நல்ல சினிமா எடுக்கணுன்றதுக்கும் எனக்கு மலையாள படங்கள் தான் முன்னோடி. ஐ லவ் யூ ஆல். ஐ லவ் கேரளா. ஐ லவ் கேரளா. നോക്കൂ സാറേ, ഈ ലോകത്തിൽ യോഗ്യൻ ഒരാളുണ്ടെങ്കിൽ അത് ഈ പാലക്കാട് മാധവനാണ്. അതിനുശേഷം എന്റെ ആനക്കമ്പത്തിനും ചെണ്ടക്കമ്പത്തിനുമെല്ലാം ജന്മം നൽകി എന്നോടൊപ്പം യാത്ര ചെയ്ത കല്ലേപ്പള്ളി കൂമാട്ടിയും പുതുശ്ശേരി വേളിയും കൊല്ലം MLA എന്ന് പറഞ്ഞതിന്റെ കൂടെ പാലക്കാടിന്റെ മരുമകൾ എന്ന് കൂടെ പറയുന്നതായി പാലക്കാട് ഒരിക്കലും എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം. പക്ഷെ ഇന്നാണ് പാലക്കാട് മനുഷ്യൻ എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് പ്രസംഗം നടത്തിയാലാണ് കയ്യടി കിട്ടുക, ഇവിടെ പ്രസംഗിക്കാതിരുന്നാലാണ് കയ്യടി കിട്ടുക. നമസ്കാരം. പാലക്കാടിനെ കുറിച്ചും പാലക്കാടിന്റെ സ്നേഹത്തെ കുറിച്ചും ആളുകളുടെ നല്ല മനസ്സിനെ കുറിച്ചും എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടെങ്കിലും പാലക്കാടിന്റെ ആ സ്നേഹം കുട്ടിക്കാലം തൊട്ട് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. എന്റെ കുട്ടിക്കാലത്തെ ഒഴിവുകൾ സന്തോഷകരമാക്കിയിരുന്നത് എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളായി. ഒഴിവു ദിനങ്ങളിലെ എന്റെ കൊച്ചു കൊച്ചു മിമിക്രികൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന താരാക്കാട് ഗ്രാമത്തിലെ എന്റെ നിവാസികൾ, എന്റെ ഓർമ്മയിലെ ഏറ്റവും വർണ്ണശബളമായ രൂപങ്ങൾ എനിക്ക് സമ്മാനിച്ച എന്റെ കൽപ്പാത്തി പേര്, എന്റെ ഓർമ്മകളിലെ വടക്കന്തറ വേലയും അകത്തറ വേലയും, കൊടുന്തിരപ്പള്ളി ഗ്രാമത്തിനകത്ത് വരുന്ന ഗജവീരന്മാർ, ഇതെല്ലാം കഴിഞ്ഞ് രാത്രി മലമ്പുഴയിലേക്കുള്ള മന്തക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള മൈലുകൾ നീണ്ട നടത്തം, അതിനുശേഷം എന്റെ ആനക്കമ്പത്തിനും ചെണ്ടക്കമ്പത്തിനുമെല്ലാം ജന്മം നൽകി എന്നോടൊപ്പം യാത്ര ചെയ്ത കല്ലേപ്പള്ളി കൂമാട്ടിയും പുതുശ്ശേരി വേളിയും, ഇതൊക്കെയാണ് ഇന്നും കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിൽ മേളത്തിന്റെ പ്രമാണിയായി നിൽക്കുന്നതിന്റെ എന്റെ കരുത്ത്. അതാണ് ഒരുപാട് സന്തോഷം. ഇന്ന് ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എന്റെ ആശംസകൾ. അതേപോലെ ഇത്രയും മനോഹരമായി ഇവിടെ ഇത് ചിട്ടപ്പെടുത്തിയ എന്റെ ആത്മാർത്ഥ സുഹൃത്തും സംവിധായകനുമായ ശ്രീ കമലിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇന്ന് ഈ വേദിയിൽ ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികളോടൊപ്പം എനിക്കൊരു ഇരിപ്പിടം തന്നതിന് ഈ മന്ത്രിസഭയോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പ്രൗഢഗംഭീരമായ വേദി, പ്രൗഢഗംഭീരമായ സദസ്സ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഇതുവരെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷൻ നടന്നിട്ടില്ല എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അതിൽ വളരെ വിഷമമുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ രണ്ടു തരത്തിലും അതിനകത്ത് പ്രാതിനിധ്യം, സിനിമാക്കാരെന്ന നിലയിലും ഗവൺമെന്റിന്റെ ഭാഗത്തും അങ്ങനെ ഒരു പ്രാതിനിധ്യം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ സ്കോപ്പില്ല. എന്നാൽ ഇവിടെ കമൽ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ എന്നെക്കുറിച്ച് ഒരു പരാമർശം വന്നു. എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട MP എന്നോട് പറഞ്ഞു, കമലിനോട് എനിക്കൊരു ചെറിയ പരാതിയുണ്ട്. ആ പരാതി എന്താണ് ബഹുമാനപ്പെട്ട MP പറഞ്ഞത് എന്ന് പറയുന്നതിന് മുമ്പ്
ആ പരാതി എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്, മറ്റൊന്നുമല്ല. കമൽ കൊല്ലം MLA എന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കുന്ന മറ്റാർക്കും പറയാൻ പറ്റാത്ത ഒരു വലിയ മേന്മയാണ് അദ്ദേഹം പറഞ്ഞ പരാതി. മറ്റൊന്നുമല്ല, കൊല്ലം MLA എന്ന് പറഞ്ഞതിന്റെ കൂടെ പാലക്കാടിന്റെ മരുമകൾ എന്നുകൂടെ പറയുന്നതായി വളരെ സന്തോഷം, അതിന് വളരെ അഭിമാനമുണ്ടായി. ഇത്രയും കലയെ സ്നേഹിക്കുന്ന കലാസ്വാദകരുള്ള പല സന്ദർഭങ്ങളിലും എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. സിനിമ അഭിനയിക്കുമ്പോഴും നാടകം അഭിനയിക്കുമ്പോഴും. ഈ അടുത്ത കാലത്ത് നാഗ എന്നൊരു നാടകമുള്ള പുത്തൂർ അമ്പലത്തിൽ അരങ്ങേറിയപ്പോൾ ഇത്ര വികാരോജ്വലമായ, ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം മറ്റ് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതെല്ലാം തന്നെ പാലക്കാടിന്റെ കലാ മേന്മയാണ് വിളിച്ചുകൊള്ളുന്നത്. ഇനി ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതേപോലെ ഇവിടെ കലാകാരന്മാർ ഒത്തുകൂടട്ടെ, അതിൽ നിങ്ങൾ ആസ്വദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവാർഡ് ലഭിച്ച എല്ലാവർക്കും അനുമോദനവും രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. நமஸ்காரம், வணக்கம். பாலக்காடு வாழணுன்றதுனால நான் தமிழ்லேயே பேசிடுறேன். ரொம்ப சந்தோஷமா இருக்கேன். இந்த அவார்டில் நான் உட்காந்துக்கிறது எனக்கு தான் பெருமை. ஏன்னா பெரிய பெரிய ஸ்டால்வார்ட்ஸ் மது சார் இருக்காரு, ஜிகுமாரன் தம்பி இருக்காரு, KG ஜார்ஜ், இவங்களோட நான் ஸ்டேஜில் உட்கார்றது வந்து எனக்கு ரொம்ப பெருமையாக இருக்குது. நான் உண்மையாக நான் நல்ல நடிகன் ஆகிறதுக்கும் நல்ல சினிமா எடுக்கணுன்றதுக்கும் எனக்கு வந்து மலையாள படங்கள் தான் முன்னோடி. நான் இதை உங்களை இம்ப்ரெஸ் பண்ணுறதுக்காக சொல்லலை. உண்மையாகவே நான் ஃபிலிம் இன்ஸ்டியூட்டில் படிக்கும்போது மலையாள படங்களை பார்த்து தான் நான் வந்து நல்ல நடிகனான. எனக்கு இன்னொரு டைமென்ஷன் கொடுத்த டைரக்டர் பரதன் is the best director I have worked with. So I'm very happy. I wish all the members who got the awards, and I once again thank Mr. Kamal for giving me this opportunity to share this dais. I love you all. I love Kerala. I love Keralites. I like Kuttu. I like Karimi. Thank you very much. என்னுடைய பணிவான வணக்கம் மட்டுமல்ல, ஒட்டுமொத்த தமிழ்நாடு சார்பாகவும் எங்களுடைய பணிவான வணக்கத்தை தெரிவிச்சுக்கிறோம். அதே மாதிரி இவ்வளவு தூரம் இந்த ஃபங்க்ஷனுக்கு என்னை கூப்பிட்டு கௌரவப்படுத்துறதுக்காக நன்றி தெரிவிச்சுக்கிறேன். பாலக்காடு எனக்கு ரொம்ப தூரமான இடம் இல்லை, ஏன்னா பக்கத்தில் கோயம்புத்தூர் தான் நான். அதனால ஆரம்பத்திலிருந்தே பாலக்காடுங்கிறது எனக்கு ரொம்ப பரிச்சயமான சமாச்சாரம். அதை விட ஒரே ஒரு டைலாக் இன்னும் எனக்கு எல்லாருக்கும் அந்த டைலாக் தான் நான் தான் ஃபெமிலியராக இருந்துருக்கு கேரளாவில். நோக்கோ சாரே, ఈ లోకத்தில் యోగ్యంగా ஒரு ஆள் முன்னைங்க, அது பாலக்காடு மாணவன். நான் நிறைய மௌனங்கீதங்கள் தமிழ் படத்துக்கும் இங்கே நிறைய அந்த தேசம் போனதுக்கு வந்து ஃபங்க்ஷனுக்கு வந்திருக்கேன். அந்த 7 நாட்கள் ஃபங்க்ஷனுக்கு வந்திருக்கிறேன். அப்புறம் எனக்கு ஆரம்பத்தில் நான் சினிமாவில் சான்ஸ் தேடிட்டு இருக்கும்போது எனக்கு ஹெல்ப் பண்ணவங்க இந்த மணி, விக்ரமன், இவங்கெல்லாம் கேரளாக்காரங்க. எங்கிட்ட ஒர்க் பண்ணிட்டு இருந்தாரு பாபு, அவனுடைய தம்பி மணி, அவங்க கேரளாக்காரங்க. என்னுடைய முதல் படம் ப்ரொடியூசர் கோபிநாத்தும் கேரளாக்காரங்க. இப்படி கேரளாவுக்கு எனக்கு நிறைய விதத்தில் சம்பந்தம். கடைசியில் மிஸ்டர் மருமகன் நீங்கள் வந்து ஒரு படமும் நடிச்சிடுறேன். ஸோ அதனால் இங்கே வர்றது எனக்கு ஒன்றும் எங்கள் சொந்த ஊர் கோயம்புத்தூர் வர மாதிரி தான் சந்தோஷமாக இருக்குது. ஸோ எல்லாத்துக்கும் என்னுடைய மனமார்ந்த நன்றி தெரிவிச்சுக்கிறேன். நன்றி, வணக்கம்.
കലാപ്രേമികളെ, ഇത്രയും അധികം കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് പാലക്കാടെന്ന് എനിക്ക് ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നിങ്ങളുടെ കാഴ്ചയിൽ എനിക്ക് തോന്നുന്നില്ല. അതിന് ഇനിയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മനസ്സ് വരുന്നത് പാലക്കാടിൻ്റെ മണ്ണിലാണ് ഇപ്രാവശ്യത്തെ അവാർഡ് നൈറ്റ് നടത്തുന്നത് എന്ന് എന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ബാലു സഖാവ് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യത്തെ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതല്ലാതെ കൂടുതൽ എനിക്ക് പാലക്കാടുമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ കണ്ടപ്പോഴാണ് ഇത്രയും അധികം ജനങ്ങൾ കലയെ ഇഷ്ടപ്പെടുന്നു. ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു സംരംഭം നടത്താൻ തീരുമാനിച്ചതിൽ ഗവൺമെൻറ്റിനോടും എനിക്ക് അതിയായ സ്നേഹവും നന്ദിയും കടപ്പാടും അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുപോലെ തന്നെ നമ്മുടെ പുതുതായിട്ട് വന്ന ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന കമൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വീണ്ടും ഇവിടെ ഇതേപോലെ നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കാൻ ഇവർക്ക് സന്മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതേപോലെ തന്നെ ദൈവം നമുക്ക് കനിഞ്ഞ്, ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് മഴയുടെ ഒരു പുള്ളി പോലുമില്ല. വെറും നമ്മുടെ ജനങ്ങളുടെ ആരോ മാത്രമാണ് ഇന്ന് നമ്മുടെ അതാണ് പാലക്കാടിൻ്റെ ശക്തി. നന്ദി, നമസ്കാരം. പാലക്കാട് ഒരിക്കലും എനിക്ക് മറക്കാനൊക്കാത്ത ഒരു സ്ഥലമാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ അഭിനയിക്കാൻ വന്നത് ആദ്യമായിട്ട് പാലക്കാട്ടിലേക്കായിരുന്നു. മനസ്സിനക്കരെ എന്നൊരു പടത്തിലാണ് ഞാൻ പാലക്കാട്ടിൽ അഭിനയിച്ചത്. ആ പടം ഒരു വൻ വിജയമായിരുന്നു. അത് നിങ്ങളുടെ എല്ലാം സ്നേഹവും ആദരവും കൊണ്ടാണ് എനിക്കറിയാം. എനിക്കൊരു വലിയ കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് അപ്പോഴേക്കും നമ്മുടെ മുഖ്യമന്ത്രി പൊക്കളഞ്ഞു. പക്ഷേ എന്നാലും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്. അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ റിലീസായി 50 കൊല്ലം കഴിഞ്ഞു. മസ്കറ്റിലും മറ്റും ദുബായിലൊക്കെ എനിക്കും അതിസാറിനും ഇതിനു വേണ്ടി മലയാളി അസോസിയേഷനും നമ്മുടെ മലയാളികളല്ലാത്ത അവിടുത്തെ ഷെയ്ഖുമാരെല്ലാം ചേർന്ന് ഞങ്ങൾക്ക് സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ 50ാമത് വർഷം നടത്തുന്ന ഒരുപാട് സംഘടനകൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, സർക്കാർ നടത്താതെ ഞാൻ വേറെ ഓരോ ഫംഗ്ഷനും ഈ 50ാമത് വർഷം ചെമ്മീൻ നടത്തണമെങ്കിൽ അത് സർക്കാർ തന്നെ നടത്തണം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട്. അങ്ങേയുടെ ശ്രദ്ധയ്ക്കായിട്ട് പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം. ഇവിടെ എന്നെ ആദരിക്കാൻ സന്മനസ്
ചലച്ചിത്ര അക്കാദമിക്കും അത് പ്രതിനിധാനം ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിനും എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. കാരണം എന്നെ ആദരിച്ച സിനിമ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ യുവതി യുവാക്കൾ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അക്രമത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല. ഇന്ത്യയിലെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ദാരുണമായ സംഭവമായിരുന്നു ജ്യോതിയുടെ ഡൽഹിയിലുണ്ടായ സംഭവം. അതുണ്ടായപ്പോൾ നമ്മളൊക്കെ അത് ടി വിയിൽ മറ്റും കാണുകയുണ്ടായി, അതേക്കുറിച്ച് വേദനിക്കില്ല. എന്നാൽ ഇന്ത്യയിലെ യുവതി യുവാക്കൾ ആ അക്രമത്തിനെതിരെ ഓരോ സിറ്റിയിലും, ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തിലും റോഡിലേക്ക് ഇറങ്ങി വന്ന് അതിനെ പ്രതികരിച്ചു. ഇന്ത്യ ലോകത്തിന് മുന്നിൽ വളരെ ശക്തമായ ഒരു സന്ദേശം കൈമാറിയ ചിത്രം കൂടിയാണ് ഇന്ത്യാസ് ഡോട്ടർ. ആ ചിത്രം ഗോൾഡൻ ഗ്ലോബിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി, ആദരിക്കുകയുണ്ടായി. അത് മുഖാന്തരം എന്നെ ഇവിടെ മലയാളത്തിലെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങളോടൊപ്പം കൂട്ടിയിരുത്തിയതിന് അക്കാദമിക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. അത് ഈ ഒരു അവസരത്തിൽ എന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത കേരളത്തിലെ സിനിമാ പ്രേമികൾക്ക് എൻ്റെ ഹൃദയം നന്ദി. താങ്ക് യു. സഹോദരന്മാർ, മലയാള സിനിമക്ക് അഭിമാനകരമായ ഒരു ചരിത്രമാണല്ലോ. അതിനെ നിരക്കുന്ന വിധത്തിൽ തന്നെ പുതിയ കാലത്ത് നമ്മുടെ സിനിമ ലോക ചലച്ചിത്ര രംഗത്തിൻ്റെ ആകെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. പല പ്രമുഖങ്ങളായ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും മലയാള സിനിമയെ തേടിയെത്തി. ലോക സിനിമാ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക മികവുകൾ പോലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നും മൗലികമായ ആ ശേഷി കൊണ്ട് അതിപ്രഗത്ഭരായ ലോക ചലച്ചിത്ര പ്രതിഭകൾ പോലും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നും വന്നിരിക്കുന്നു. ചില സ്ഥലത്ത് പ്രസംഗം നടത്തിയാലാണ് കയ്യടി കിട്ടുക, ഇവിടെ പ്രസംഗിക്കാതിരുന്നാലാണ് കയ്യടി കിട്ടുക. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കേരളത്തിലെ ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ചലച്ചിത്ര അവാർഡിനെ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് 10,000ങ്ങളെ സാക്ഷി നിർത്തി ഈ അവാർഡ് ദാനം സംഘടിപ്പിച്ച അതിന് തീരുമാനമെടുത്ത സംസ്ഥാന ഗവൺമെന്റിന്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി പാലക്കാട്ടുകാരൻ കൂടിയായിട്ടുള്ള AK ബാലനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലും എത്തുക എന്നതിന്റെ മികച്ച ദൃഷ്ടാന്തമാണ് ഈ ചലച്ചിത്ര അവാർഡ് ദാനം. പാലക്കാട് ഒന്നടങ്കം ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഇതിന്റെ ഇരട്ടിയോളം ആളുകൾ ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ പുറത്തു നിർത്തിയിട്ട് വന്നു എന്നത് പാലക്കാട് ഈ ചടങ്ങിനെ, ഈ പുരസ്കാരദാനത്തിനെ ഹൃദയത്തിലേക്ക് വാങ്ങി എന്നതിന്റെ തെളിവാണ്. നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അഭിവാദ്യം. This is the best award I can get. Thank you, Palakkad. Thank you, Palakkad.
പെണ്ണ്